ആഗോള സാമ്പത്തിക പ്രതിസന്ധി യുദ്ധം ഉണ്ടാക്കുമോ എന്ന് സംശയിക്കുന്ന ഒരുപാട് സാമ്പത്തിക നിരീക്ഷകർ നമുക്ക് മുന്നിലുണ്ട്. ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം സുഹൈൽ മുഹമ്മദ് സെൻട്രൽ ഫിനാൻസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സുഹൈൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്തായാലും ഈ എണ്ണ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല എന്ന് നമുക്കറിയാം. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ്? തീർച്ചയായും ആദ്യാന്ത്യം പണമാണ് പ്രശ്നം, സമ്പത്താണ് പ്രശ്നം. ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് അറിയുന്ന പോലെ തന്നെ ഇറാനും ഇസ്രയേലും അമേരിക്കയും 6 GCC രാജ്യങ്ങളും സൈബീരിയയും അല്ലെങ്കിൽ ഇറാഖും അതോടൊപ്പം തന്നെ ജോർജിയൊക്കെയാണ് നേരിട്ട് യുദ്ധമുഖത്തുള്ളതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഡയറക്റ്റ് അറ്റാക്ക് ഇല്ലെങ്കിലും ആഗോളമായ എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന യുദ്ധത്തിന്റെ ഭീതിയിലേക്ക്, യുദ്ധത്തിന്റെ ദുരിതത്തിലേക്ക് ഉടൻ തന്നെ നീങ്ങുന്നു എന്ന് വേണം നമുക്ക് അത്യന്തം സങ്കടകരമായി പറയാൻ. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിക്കുമോ ഇസ്രായേലിന്റെ മിസൈലുകൾ പതിക്കുമോ എന്നതല്ല. അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായ വലിയ കോട്ടം അവർക്ക് തട്ടും, സാമ്പത്തികമായ കോട്ടം തട്ടി തുടങ്ങുന്നു എന്നതിനാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഇറാന്റെ ഒരു ലൊക്കേഷൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇറാൻ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് സ്ഥലത്താണ് ഇരിക്കുന്നത്. അതിൽ തന്നെ ഇറാന്റെ കരുത്ത് പറയുന്നത് ഹോർമുസ് കടലിടുക്കാണ്. ഹോർമുസ് കടലിടുക്കുന്ന കരുത്തിന്മേലാണ് ഇറാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ കടലിടുക്കിൽ എന്തെങ്കിലും ചെറിയ കോട്ടം തട്ടിയാൽ പോലും ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് 33 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഒരു കടലിടുക്കാണ്. ആ കടലിടുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുപ്പിയുടെ മൂടി പോലെ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ പോലെ മാത്രം കാണുന്ന ഒരു കടലിടുക്കാണ്. പക്ഷേ ലോകത്തിന്റെ ആകെയുള്ള 40% ക്രൂഡ് ഓയിലുകൾ കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. 40% ക്രൂഡ് ഓയിൽ കടന്നു പോകുന്ന നിലച്ചാൽ തന്നെ നമ്മൾക്കറിയുന്ന പോലെ വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും. അതിന് അത്ര ദൂരം നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും അടുത്ത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലൊക്കെ അടക്കം 55%-ലധികം ക്രൂഡ് ഓയിലുകൾ വരുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വരുന്ന ക്രൂഡ് ഓയിലുകൾ യഥാസമയം ഓരോ ദിവസവും ഇടതടവില്ലാതെ എത്തിക്കൊണ്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ആ കടലിടുക്ക് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ അടച്ചിടൽ കുറേ ദിവസത്തേക്ക് നീണ്ടാൽ നമ്മളിപ്പോൾ കരുതൽ ശേഖരമായി പറയുന്ന ക്രൂഡ് ഓയിലുകൾ എടുത്ത് പരിശോധിച്ചാൽ അത് നമ്മുടെ രാജ്യത്ത് നിലവിലെ ആവശ്യകത അനുസരിച്ച് 70 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം നമുക്കുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ അത് കരുതൽ ശേഖരമാണ്. ദിവസവും 5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലുകളാണ് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൽ വരുന്നത്. അത് നിലച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നാൽ ഈ റിസർവായി നമ്മൾ ക്രൂഡ് ഓയിൽ നിന്ന് ശേഖരിക്കേണ്ടി വരും. മറ്റു വഴികൾ നമുക്കില്ല. കാരണം അമേരിക്കയുമായുള്ള താരിഫ് യുദ്ധത്തിനിടയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ക്രൂഡ് ഓയിൽ വന്ന റഷ്യയുമായൊക്കെ നമ്മൾ ഡീലുകൾ നമ്മൾ അവസാനിപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതേ സ്ഥിതി തുടർന്നാൽ ഇന്ത്യയിൽ പെട്രോളിൽ കൂടാതിരിക്കാൻ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരും പഴയപടി. അത് അമേരിക്കയെ എത്രത്തോളം പ്രകോപിപ്പിക്കും അല്ലെങ്കിൽ അമേരിക്ക എത്രത്തോളം ദഹിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ മറ്റു വഴികളില്ല. പിന്നൊരു വഴിയുള്ളത് സൗദി അറേബ്യ ഈ പറയുന്ന ഇറാന്റെ സാങ്ഷനൊക്കെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സൗത്ത് വെസ്റ്റ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ പൈപ്പ് ലൈൻ ഇതുപോലെ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ആ പൈപ്പ് ലൈൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഈ ക്രൂഡ് ഓയിലുകൾ ചാവുകടൽ വഴി അല്ലെങ്കിൽ റെഡ് സീ വഴി വേണം കൊണ്ടുവരാൻ. റെഡ് സീ വഴി ഇന്ത്യയിലേക്കൊക്കെ എത്തിക്കുക എന്ന് പറയുമ്പോൾ മറ്റേ ഈ നമ്മൾ പറയുന്ന ഹോർമുസ് കടലിടുക്ക് വഴി എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും, ചെലവ് കൂടും. സ്വാഭാവികമായ സമയം ചിലവ് കൂടുമ്പോൾ ഇവിടുത്തെ പെട്രോളിന്റെ വിലയും കൂടും. നമ്മൾ ഇന്ത്യയെ ആസ്പദമാക്കി പറയുമ്പോൾ തൽക്കാലം ആശങ്കപ്പെടാനില്ല. 70 ദിവസത്തെ കരുതൽ ദിവസം നമുക്കുണ്ട്. അതിനുമുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് ഹോർമുസ് കടലിടുക്ക് ഇറാൻ പ്രധാനമായി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമായാണ്. അതായത് ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ സ്വാഭാവികമായും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, തുർക്കി പോലെയുള്ള UK പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതേപോലെ തന്നെ ജപ്പാനും കൊറിയയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഉള്ള നാച്ചുറൽ ഗ്യാസിന്റെയും പെട്രോളിന്റെയും ഈ പറയുന്ന ഒഴുക്ക് തടയും. നമ്മൾക്കറിയുന്ന പോലെ തന്നെ UKയും തുർക്കിയും ഒക്കെ അവരുടെ ഇലക്ട്രിക് പ്രോജക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ ഗ്യാസിന്റെ പവറിലാണ്. നാച്ചുറൽ ഗ്യാസ് ഇല്ലാതായാൽ അവിടുത്തെ വൈദ്യുതി ക്ഷാമം ഉണ്ടാവും, ഇന്ധനക്ഷാമം ഉണ്ടാകും. മനുഷ്യർക്ക് ഭക്ഷണവും വെള്ളം എന്ന പോലെ നിലവിൽ ആധുനിക കാലത്ത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായ ഘടകം ഊർജ്ജമാണ്, ഇന്ധനമാണ്. അതിപ്പോൾ പെട്രോൾ ആയാലും അതിപ്പോൾ സൗരോർജ്ജമായാലും അതിപ്പോൾ നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും ഊർജ്ജം പ്രധാന ഘടകമാണ്. പക്ഷെ അതിൽ തന്നെ പെട്രോളും ക്രൂഡ് ഓയിലും ഏറ്റവും കൂടുതൽ വരുന്ന ഹോർമുസ് കടലിലേക്ക് അടക്കുന്നതോടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും. അവിടുത്തെ ജനങ്ങൾ നമ്മൾക്കറിയുന്ന പോലെ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഉപരോധം നീണ്ടുപോയാൽ പെട്രോളിന് വില കൂടുന്ന സാഹചര്യം എന്ന കണക്കെ പോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ ഇതുപോലെ ഗാർഹിക ഉപയോഗത്തിലെ ഗ്യാസ് സിലിണ്ടറും വൈദ്യുതിക്കൊക്കെ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അത് അവിടുത്തെ ജനത്തെ ബാധിക്കും. അതായത് ഈ പറയുന്ന 10 രാജ്യത്തിനപ്പുറത്തേക്ക് ഓരോ രാജ്യത്തെയും ജനതയുടെ അടുക്കളയിലേക്ക് പോലും കാര്യങ്ങൾ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെയാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ നാടിന്റെയും ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക അഭിവൃദ്ധിക്ക്, ഊർജ്ജ പ്രതിസന്ധിക്ക് യുദ്ധം കാരണമാകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള അമേരിക്കയുടെ അലികളായ രാജ്യങ്ങൾ അടക്കമുള്ളവർ അമേരിക്കയിലേക്ക് ഒരു സമ്മർദ്ദം ചെലുത്തുകയും അതുവഴി അമേരിക്ക യുദ്ധത്തിൽ പിന്മാറുമെന്ന പ്രതീക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രതിരോധമെന്ന കണക്കാണ് ഹോർമുസ് കടലിടുക്കിൽ അടച്ചിട്ടിരിക്കുന്നതും അതേപോലെ ഹോർമുസ് കടലിടുക്കിൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നതും. നമുക്കറിയുന്ന പോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ
ഇറാഖിന്റെ ചുറ്റുഭാഗത്തുള്ള എണ്ണ ടാങ്കർ കൊണ്ടുപോയി വരുന്ന പല കപ്പലുകളും അവിടെ ഹാൾട്ട് ചെയ്തിരിക്കുകയാണ്, നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന കപ്പലുകളെ ഇറാൻ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ആളില്ലാത്ത ബോട്ടുകൾ ഉപയോഗിച്ചാണ്. അങ്ങനെ ആളില്ലാത്ത വെസൽസ് ഒരുപാട് ശേഷിയുള്ള അല്ലെങ്കിൽ അതിന്റെ വലിയ ശേഷിയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ഭാഗത്ത് ഇസ്രയേലിൽ ആക്രമണം നടത്തുമ്പോൾ മറുഭാഗത്ത് GCC രാജ്യങ്ങളിൽ അമേരിക്കൻ വ്യോമത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമ്പോൾ അതേപോലെ തന്നെ ഇസ്രയേൽ കരുതി വെക്കുന്ന ഇടം ഹോർമുസ് കടലിടുക്കാണ്. ഹോർമുസ് കടലിടുക്കിന്റെ അടയ്ക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന നിർത്തിവെക്കൽ നീളുന്നതനുസരിച്ച് രാജ്യത്ത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. ആ പ്രതിസന്ധി നമ്മൾ കരുതുന്നതിലും അപ്പുറമായിരിക്കും. അതിന്റെ ഏറ്റവും ഒടുക്കത്തെ ഉദാഹരണം ഇറാൻ തുടരെ ഖത്തറിൽ ആക്രമണം നടത്തിയതുകൊണ്ട് ഇറാൻ അവിടുത്തെ നാച്ചുറൽ ഗ്യാസ് കട്ട് ചെയ്തിരിക്കുകയാണ്. നാച്ചുറൽ ഗ്യാസ് ഖത്തർ വഴിയാണ് ലോകത്ത് വിവിധ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ നാച്ചുറൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിനാൻസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് സംസാരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.